ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ ഗുരുതര വൈകല്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങി ആരോഗ്യ വകുപ്പ്. കുഞ്ഞിനെ ഇന്ന് വിദഗ്ധ സംഘം പരിശോധിക്കും. രാവിലെ കുഞ്ഞിനെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിലെത്തിക്കാൻ കുടുംബത്തിന് വിദഗ്ധ സംഘം നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ഈ ജനിതക വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന്റെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമായിട്ടുണ്ടോ? അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, നിലവിൽ ഇന്നലെ ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് എത്തുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ കുടുംബത്തെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരെ ഇന്ന് 11 മണിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ DMAയുടെ ഓഫീസിലേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ എത്തുന്ന കുട്ടിയെ ഈ വിദഗ്ധ സംഘം വിശദമായി പരിശോധിക്കും. വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് നിലവിൽ ഇതിനോടകം തന്നെ ഈ ജനിതക വൈകല്യവുമായി ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക ഘട്ടമെന്ന ചികിത്സകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ജനിതക വൈകല്യങ്ങളിൽ എന്തൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ചില പരിശോധനകളുണ്ട്. അത്തരം പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ആലോചനകളും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്നലെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും ഈ കുഞ്ഞിൻ്റെ വിശദമായിട്ടുള്ളൊരു പരിശോധന അവരുടെ നേതൃത്വത്തിൽ നടത്തുക. അതോടൊപ്പം തന്നെ DMOയോട്, അതായത് ജില്ലാ DMOയോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ടും ഈ സംഘം തേടിയിട്ടുണ്ട്. ഏത് വീഴ്ച സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ടാണ് തേടിയിട്ടുള്ളത്. ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ സ്വകാര്യ ലാബുകളുടെ വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് DMOയുടെയും ഒരു പക്ഷം. അതിനോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 4 ഡോക്ടർമാർക്കെതിരെയാണ് നിലവിൽ കേസുള്ളത്. അതിനകത്ത് 1ഉം 2ഉം പ്രതികളായി ചേർത്തിരിക്കുന്നത് ഈ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയാണ്. അവരെ രണ്ടുപേരെയാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി കുഞ്ഞ് ഈ പ്രസവം ആയപ്പോൾ തൊട്ടുള്ള എല്ലാ വിശദമായിട്ടുള്ള രേഖകളുടെയും, അതായത് ഈ നടത്തിയിട്ടുള്ള സ്കാനിങ്ങൾ അടക്കമുള്ള രേഖകളുമായി കുടുംബത്തിനോട് ഹാജരാകാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് DYSPയുടെ ഓഫീസിൽ ചെന്ന് വേണം ഈ രേഖകൾ കൈമാറാൻ. അപ്പോൾ 2 തരത്തിലുള്ള അന്വേഷണം, അതായത് വിദഗ്ധ സംഘത്തിൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം സംബന്ധിച്ചുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ ആർക്കാണ് വീഴ്ച പറ്റിയത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോലീസിൻ്റെ അന്വേഷണവും ഒരേ സമയം നടക്കുന്നുണ്ട്. ലക്ഷ്മി പത്മ. മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.